നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 4-ന് നടക്കും. UR പ്രദീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സത്യപ്രതിജ്ഞയാണ് അടുത്ത ബുധനാഴ്ച നടക്കുക. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, അവിടെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ തന്നെ ആവില്ലേ സത്യപ്രതിജ്ഞ? എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എന്താണ് വിവരങ്ങൾ? ഹാഷ്മി, സാധാരണ സഭയ്ക്കകത്ത് സത്യപ്രതിജ്ഞ നടക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ സ്പീക്കറുടെ ചേംബറിലും ഈ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടക്കാറുണ്ട്. ഇത്തവണ ശങ്കരനാരായണ മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചാണ്. സഭ പൂർണ്ണമായി ചേരാൻ അസൗകര്യമുള്ളതുകൊണ്ടാണ് ശങ്കരനാരായണ മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ ധാരണയായിരിക്കുന്നത്. അക്കാര്യത്തിൽ UDF-നും LDF-നും നേരത്തെ തന്നെ യോജിപ്പിലെത്തിയിരുന്നു. CPIM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് പൂർണ്ണസമയം സഭ ചേർന്ന് ഈ സത്യപ്രതിജ്ഞ നടത്താൻ കഴിയാത്തത്. അതിനോട് UDF-ഉം യോജിക്കുകയായിരുന്നു. എന്തായാലും അടുത്ത ബുധനാഴ്ച ഡിസംബർ 4-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശങ്കരനാരായണ മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ചാണ് നിയുക്ത എംഎൽഎമാരായ UR പ്രദീപിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സത്യപ്രതിജ്ഞ. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വന്ന MLA-മാരാണിവർ. ഓക്കെ, ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 4-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശങ്കരനാരായണൻ മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് UR പ്രദീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും MLA-മാരായി കഴിഞ്ഞാൽ പിന്നെ മണ്ഡലത്തിലെ വികസനം ശ്രദ്ധിക്കേണ്ടവരാണ്. അതിന് ഒരുപക്ഷെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ടവരുമാണ്. എന്തായാലും 2 നിയുക്ത MLA-മാർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 4-ാം തീയതി നമുക്ക് ആ സത്യപ്രതിജ്ഞ കാണുകയും ചെയ്യാം.